ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗർഭസ്ഥിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരു. ഗർഭസ്ഥിനേമി, സൂര്യൻ നക്ഷത്രനേമി എന്ന് പറഞ്ഞതുപോലെ ഗർഭസ്ഥിനേമി പ്രകാശരശ്മികളുടെ ആധാരമായി അവിടുന്ന് വർത്തിക്കുന്നു. സത്വസ്ഥ, സത്വങ്ങളിൽ ജീവനായി തുടിക്കുന്നവൻ, സത്വഗുണവാനായി വർത്തിക്കുന്നവൻ. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ശരീരത്തിലെ പ്രകാശം വർദ്ധിക്കുന്നു. ജ്ഞാനമാണ് ഈ പ്രകാശം നൽകുന്നത്. സത്വഗുണം മുന്തി നിൽക്കുന്ന വ്യക്തിത്വത്തെ കാണുമ്പോൾ നിർവചിക്കാനാകാത്ത ഒരു ലാവണ്യം നമുക്ക് അനുഭവമാകും. അത് കേവലം ശാരീരികമായ അഴകല്ല, ആന്തരികമായ ഒരു ശോഭയാണ്. ഭഗവാനാകട്ടെ ശുദ്ധമായ സാത്വിക ഗുണമൂർത്തിയാണ്, ചൈതന്യ സ്വരൂപനാണ്. എല്ലാ സൃഷ്ടികളുടെയും ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സത്വസ്ഥൻ. സിംഹ, നരസിംഹാവതാരം, സിംഹം അവതരിക്കുമ്പോൾ സിംഹത്തെ പോലെ പരാക്രമിയായതിനാൽ സിംഹ. ഭൂതമഹേശ്വര, ജീവികൾക്ക് മഹേശ്വരൻ, എല്ലാ ജീവികൾക്കും അഭയസ്ഥാനം, അധിപതിയായ ഈശ്വരൻ മഹേശ്വരൻ. ആദിദേവ, ആദിയും ദേവനുമായവൻ, ആദാനം ചെയ്യുന്നതിൽ ആദിയായ ദേവൻ. കാരണരൂപനായതിനാൽ ഏറ്റവും ആദിയായ ദേവൻ ഭഗവാൻ തന്നെ. സർവവും അവിടത്തെ ചൈതന്യത്തിൽ നിന്നുദ്ഭവിക്കുന്നു. എല്ലാം തന്നിൽ തന്നെ ആദാനം ചെയ്യുകയാലും ആദിദേവൻ. ഭക്തരുടെ മനസ്സിലെ നാമരൂപ ഭിന്നതകളെ തുടച്ചു നീക്കി തൻ്റെ ചൈതന്യത്തോട് ചേർക്കുന്ന ദേവനായതിനാലും ആദിദേവൻ. മഹാദേവ, ഏറ്റവും വലിയ ദേവൻ, ആത്മസ്വരൂപൻ, പൂജാർഹനായ ദേവൻ. സർവ ഭേദഭാവങ്ങളും കളഞ്ഞ് ശുദ്ധബോധമായി വർത്തിക്കുന്ന അവിടുന്ന് മഹാദേവൻ തന്നെ. മറ്റെല്ലാ ദേവന്മാർക്കും ആധാരമായിരിക്കുന്നതും അവിടുന്ന് തന്നെ, അതിനാലും മഹാദേവൻ. ദേവേശ, ദേവന്മാർക്കും ഈശ്വരൻ. ഇന്ദ്രൻ മുതൽ എല്ലാ ദേവന്മാരുടെയും ഈശ്വരനായിരിക്കുന്നതും ആധാരമായിരിക്കുന്നതും മഹാവിഷ്ണു തന്നെ. ദേവഭൃദ്ഗുരു, ദേവേന്ദ്രനെയും അനുശാസിക്കുന്നവൻ. ദേവഭൃത് എന്നതിനർത്ഥം ദേവന്മാരെ ഭരിക്കുന്നവൻ. ദേവേന്ദ്രനും മീതെയായിരിക്കുന്നത്, ഗുരുവായിരിക്കുന്നത്, ആസ്ഥാനമായിരിക്കുന്നത് പരമഗുരുവായ അവിടുന്ന് തന്നെ. ഗർഭസ്ഥിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരു. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.